ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സ്ലൊവേനിയയിൽ വന്നിട്ട് ഇന്ന് 8-ാം തീയതി നമ്മൾ വന്നു. ഇന്ന് 22-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ എന്തൊക്കെ കഴിഞ്ഞു? നമ്മുടെ മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു. മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ വന്നേക്കുന്നത് എവിടെയാണ്? നമുക്ക് ടേക്കോ കാർഡിന് അപ്ലൈ ചെയ്യേണ്ടിയിരുന്നു. നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫീസിൽ വന്നിട്ട് നമ്മൾ ടേക്കോ കാർഡിന് ഇന്ന് അപ്ലൈ ചെയ്തു. ഇനി ഒരു വീക്കിൽ നമുക്ക് ടേക്കോ കാർഡ് നമ്മളെ അഡ്രസ്സിൽ വരും. ദെൻ നമ്മൾ അടുത്ത് വന്നേക്കുന്നത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആക്ച്വലി നമ്മൾ അക്കൗണ്ട് തുടങ്ങിയേക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ NLB ബാങ്കാണ്. NLB ബാങ്ക്, ദിസ് ഈസ് ദ ബാങ്ക് ഓഫ് ATM NLB. നമുക്കിവിടെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അക്കൗണ്ട് എടുക്കാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ പാസ്പോർട്ട്, TRC കാർഡ്, പിന്നെ നമ്മളെ കമ്പനിയിൽ നിന്നുള്ള എന്ത് വേണം, എഗ്രിമെൻറ്റ്, നമ്മളെ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ്. ദെൻ നമ്മൾ TRC കാർഡ് കളക്ട് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? TRC കാർഡ് കളക്ട് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് അവിടെ നിന്ന് ഒരു പേപ്പർ തന്നിട്ടുണ്ട്. ഈ 4 പേപ്പറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബാങ്കിൽ വരിക. ദെൻ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ബാങ്കിലെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്പോട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്ത് തരും? അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് തരും. നമ്മളെ ഫോണിൽ നമുക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അതേപോലെ നമ്മളിവിടെ പേപ്പർ വർക്ക്സ് ഒന്നുമില്ല. നമ്മൾ ഫുള്ളി എന്താണ്, ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. അവരുടെ അടുത്ത് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഡിവൈസസ് ഉണ്ട്. അവരത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സൈൻസ് വെച്ച് നമ്മളെ 20 യൂറോ നമുക്ക് ചാർജ് ആവുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലൊവേനിയയിലാണെങ്കിൽ നിങ്ങൾക്ക് 20 യൂറോ എന്ത് വരും? അക്കൗണ്ട് ഓപ്പണിങ്ങിന് ചാർജ് വരുന്നുണ്ട്. ഓക്കെ, എന്താ വിജയുടെ അക്കൗണ്ട് തുടങ്ങി തോന്നുന്നു. എൻ്റെ അക്കൗണ്ട് സ്റ്റാർട്ടായി. ഞാനൊരു 30 യൂറോ എക്സ്ട്രാ എന്ത് ചെയ്ത് അക്കൗണ്ടിൽ വെച്ചിട്ടുണ്ട്. കാർഡ് നമ്മളെ അഡ്രസ്സിലേക്ക് വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. കാർഡ് നമ്മളെ അഡ്രസ്സിലേക്ക് 1 വീക്കിനുള്ളിൽ വരും. ഇതാണ് കേട്ടോ ബാങ്ക്, NLB ബാങ്ക്, NLB. പക്ഷേ നമുക്കിവിടെ അക്കൗണ്ട് തുടങ്ങാൻ പാൻ കാർഡ് വേണം കേട്ടോ. സോറി, ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മളെ പാൻ കാർഡിൻ്റെ നമ്പർ വേണം. നമ്മളെ പാൻ കാർഡിൻ്റെ നമ്പറും ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് തുടങ്ങണേ നമ്മൾ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മളെ TRC, പാസ്പോർട്ട്, ദെൻ നമ്മളെ എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റ്, ദെൻ നമ്മളെ നമുക്ക് VFS നിന്ന് കിട്ടിയേക്കുന്ന പേപ്പർ, പ്ലസ് നമുക്കെന്താണ് നമ്മളെ ഇന്ത്യൻ്റെ പാൻ കാർഡ് നമ്പർ, നമ്മളെ ഇന്ത്യയിലുള്ള പാൻ കാർഡ് നമ്പർ കൂടി കൊടുത്ത് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്ത് 20 യൂറോ നമുക്ക് സർവീസ് ചാർജ് പിടിക്കുന്നുണ്ട്. 20 യൂറോ ഒരു അക്കൗണ്ട് ഓപ്പണിങ് സർവീസ് ചാർജ് പിടിക്കും. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു 10 മിനിറ്റ് പ്രൊസീജിയർ. നമുക്ക് കുറച്ച് ഒപ്പിടാനുണ്ട്. ഒരു 5-6 സ്ഥലത്ത് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. നമ്മൾ പേപ്പർ വർക്ക്സ് ഒന്നുമില്ല, ഒക്കെ നമ്മൾ ഡിജിറ്റലി സൈൻ ചെയ്യാണ്. കംപ്ലീറ്റ് നമ്മൾ ഡിജിറ്റലി സൈൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമുക്ക് ആ ടൈമിൽ തന്നെ വിത്തിൻ 10 മിനിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ഫോണിൻ്റെ അകത്ത് ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ആപ്പിൽ നമ്മളെ കാൽക്കുലേഷൻസും കാര്യങ്ങളും എല്ലാം എല്ലാം അറിയാം. അപ്പോൾ എല്ലാവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഫോണിൽ നമ്മളെ സാറ് വീഡിയോ കാണാം. ഇതാണ് നമ്മളെ ഡ്രാഗൺ എന്ന് പറയുന്നത്, നമ്മളെ ബോസ്. ഹായ് സാർ, കംപ്ലീറ്റഡ്. നമ്മളെ കമ്പനി വണ്ടി. Elephant, yo, new baby coming. Yeah. India, huh? Yeah, it's in India, sir. India, we have 2 elephants. Yeah, many elephants. In our district, Wayanad, Kozhikode, Wayanad, nearby many elephants. Forest, yeah. Forest area. Bigger. Yeah. In Kerala. Forest. So, we successfully account.